ദിയ ഫേസ് ചെയ്ത ഒരു കാര്യമായിരുന്നു അവളുടെ ഒരു മീൻസ് നോർമലി ഒരു സ്റ്റുഡൻറ്റിന് ആവശ്യമുള്ള ഒരു ലാപ്ടോപ്പിന്റെ കാര്യം ഫസ്റ്റ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് അത് ജസ്റ്റ് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? മിക്കതും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം വിശ്വാസം ടോക്കും അതായത് അതൊരു നല്ലതാണ്. അതെന്ന് വെച്ചാല് എൻ്റെ കുഞ്ഞിന് MBBSന്റെ അഡ്മിഷൻ ശരിയായി, അവൾക്ക് പോകാൻ സമയമായി. ഫീസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം അവർക്ക് ഒരു ലാപ്ടോപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയൊരു ലാപ്ടോപ്പ് 2015 ഞാൻ മേടിച്ചൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. കാര്യം ഒരു പുതിയ ലാപ്ടോപ്പ് മേടിക്കാൻ ആ സമയത്ത് സിറ്റുവേഷൻസ് ഇല്ല. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ എൻ്റെ ഈ പഴയ ലാപ്ടോപ്പേ ഉള്ളൂ, നീ അത് കൊണ്ടുപോകും, തൽക്കാലം നീ അതുകൂടെ. പക്ഷെ അത് ഇടയ്ക്ക് ഹാങ് ആയി പോവാം. അവിടെ എക്സാം, അവിടെ എല്ലാ കാര്യങ്ങളും ലാപ്ടോപ്പിലൂടെ ചെയ്യാൻ പറ്റും. അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ്. അപ്പം അവൾ പറഞ്ഞു കുഴപ്പമില്ല, അപ്പം ഞാൻ ഇതുകൊണ്ട് നോക്കാമെന്ന് പറഞ്ഞ് അവളത് കൊണ്ടുപോയി. അവൾ അത് യൂസ് ചെയ്യുന്ന ഇടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്. പക്ഷെ അപ്പോൾ വിളിച്ച് പറയും പപ്പ ഓഫാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു നീ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്ന് 10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ഓൺ ചെയ്യേ, അത് ഓണാവും. അങ്ങനെ ഒത്തിരി പ്രാവശ്യം അവൾക്കത് പ്രോബ്ലമായി. അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ സമയമായി, കഴിഞ്ഞ 2 മാസം മുമ്പ്. അവിടെ ബർത്ത്ഡേയുടെ സമയമായപ്പം ഞങ്ങൾ എല്ലാ വർഷവും അവളുള്ളപ്പം ഒരു കേക്കൊക്കെ മേടിച്ച് ഇവിടെ കൊടുത്ത് കട്ട് ചെയ്യുന്ന സമയമുണ്ട്. അന്നേരം ഈ പ്രാവശ്യം അവളില്ല, അത് ഏറ്റവും വലിയ വിഷമമാണ്. അന്നേരം അവളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊരു കേക്ക് മേടിച്ച് ചുമ്മാതെ വീഡിയോ കോളിലൂടെ നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ പ്ലാൻ ചെയ്ത് 12 മണിന്ന് നോക്കിയിരിക്കുക. അപ്പോൾ അവള് ഞങ്ങൾ മണ്ടേലാണ്, അവിടെ സൺഡേ ഒരു ദിവസം പുറകിലോട്ട്. അന്നേരം ഞങ്ങൾ രാത്രി 12 മണിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. 11:55 ആയപ്പോൾ അവിടെ ഫോൺ വന്നു, മെസ്സേജ് വന്നു, പപ്പ പെട്ടെന്ന് വിളിക്കേ. ഞങ്ങൾ വിളിച്ചപ്പോൾ അവള് കരയുക. വീഡിയോ കോൾ വിളിച്ചു. ഞാൻ പേടിച്ചു പോയി, ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കാര്യം ഞങ്ങൾ വലിയ സന്തോഷത്തോടെ കേക്ക് മുറിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പം അവൾ കരയുന്നു. അവൾ പറയാ പപ്പ ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നു. അപ്പോൾ ഒരാശ്വാസമായി. ഞാൻ പറയാം എന്താണ് അത്ഭുതം? അവൾ പറയുക പപ്പ ഇന്ന് ഞാൻ സൺഡേ ചർച്ചിൽ പോയപ്പം ഞാൻ ആരാധന ലീഡ് ചെയ്തായിരുന്നു. കീബോർഡൊക്കെ വായിച്ച് ആരാധന ലീഡ് ചെയ്തപ്പം ആരാധന ലീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു, ഇന്ന് ദിയയുടെ ബർത്ത്ഡേ ആണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പാസ്റ്ററിൻ്റെ ഭാര്യ ആമീൻ പറയുകയും പാസ്റ്ററിൻ്റെ ഭാര്യ ഒരു ഗിഫ്റ്റും കൊണ്ടുവന്ന് എൻ്റെ കൊച്ചിൻ്റെ കൈ കൊടുക്കുക. എന്നിട്ട് പറയാം സമ്മൺ ഹാസ് സെൻഡ് ഫോർ യു. അതായത് ഇവിടെ വിചാരിച്ചു ഓക്കെ ഗിഫ്റ്റ് ചെറിയ വല്ല ഗിഫ്റ്റ് ആയിരിക്കും. അവളോട് പറഞ്ഞു ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും ഇരുന്നു, ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ട് ഓപ്പൺ ചെയ്യുന്നു. എൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് എ റിയൽ ടെസ്റ്റിമണി പോലെ വീഡിയോ കിടക്കും എൻ്റെ കയ്യിൽ. അന്നേരം അവളിത് ഓപ്പൺ ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ചു ഇത് ഗസ് ചെയ്യേ എന്തുവാണെന്ന്. അവൾ പറഞ്ഞു എനിക്കറിയത്തില്ല, എന്നാലും ഒന്ന് ഗസ് ചെയ്യേ. അവിടെ നിന്ന് ബൈബിളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ബൈബിളോ, ഇത്രയും വലുത് ബൈബിളോ? അതിനുശേഷം പറഞ്ഞു ചോക്ലേറ്റ് ആയിരിക്കും. അങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ ഷോർട്ട് ചെയ്യുകയാണ്. അവളത് തുറന്നു നോക്കുമ്പോൾ മാക്ബുക്ക് ആപ്പിളിന്റെ ഒരു ലാപ്ടോപ്പ്, നല്ലൊരു ലാപ്ടോപ്പ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. എന്നെ കൊണ്ട് ആ സാഹചര്യം ഇപ്പൊ ഇല്ല. ആ സാഹചര്യത്തിൽ ഇരിക്കുമ്പം അതുമല്ല അവളുടെ പഠനത്തിന് തന്നെ ഉള്ള ഒരു ആപ്റ്റായിട്ടൊരു ടാബ്. അതിന് മുമ്പ് അത് സംഭവം എന്ന് പറഞ്ഞാൽ 3 മാസം മുമ്പ് ഇവള് ലാപ്ടോപ്പ് ഹാങ് ആയി എന്നെ വിളിച്ചപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഓൺ ചെയ്തു. എക്സാം കഴിഞ്ഞു. എന്നോട് വീണ്ടും വിളിച്ചിട്ട് പപ്പ അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ എനിക്കൊരു ലാപ്ടോപ്പ് തരണേ. ഞാൻ പറഞ്ഞു മോളെ ഭാരപ്പെടേണ്ട, നാട്ടിൽ വരുമ്പോൾ ഒരു HP-യുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ഡെല്ലിന്റെ വല്ല ഒരു ബേസിക് ആയിട്ടുള്ള ആവശ്യം വേണ്ട. അതിനകത്ത് വേറെ എക്സ്ട്രാ ഒന്നും വിടണ്ട, നീ എക്സാമിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി, തൽക്കാലം നീ അത് ഓടിക്കാൻ പറഞ്ഞു, നോക്കാന്ന് പറഞ്ഞു, പ്രാർത്ഥിക്ക് നീ എന്ന് പറഞ്ഞ് അവളെ വിട്ടു. ആ സമയത്ത് ഞാനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, മോളെ അവിടുത്തെ കാരുടെ കയ്യിലിരിക്കുന്ന ഏത് ലാപ്ടോപ്പാ? ഓ പപ്പ അതൊന്നും വിട, അതൊക്കെ പോട്ടെ, അതെല്ലാവരുടെയും മാക്കിന്റെ ആപ്പിളിന്റെ ലാപ്ടോപ്പ് ആയിരിക്കുന്നത് പറഞ്ഞു. ഞാൻ അയ്യോ മോളെ അത് നമുക്ക് പറ്റത്തില്ല, നമുക്ക് ഈ ചെറുത് വല്ലതും മേടിച്ചാൽ മതി. കുഴപ്പമില്ല അപ്പൊ അത് മതി. അവൾ അങ്ങനെ പറഞ്ഞ് ഇരുന്ന കുഞ്ഞിന് ഞാൻ ജീവിതത്തിൽ ഞങ്ങളോ
ഞങ്ങളുടെ രക്തബന്ധത്തിലുള്ളവരോ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം, ആ കുഞ്ഞിന് വേണ്ടി ഒരു ലാപ്ടോപ്പ്. അവൾ ആരോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല, എന്നോടും എൻ്റെ വൈഫിനോടും അല്ലാതെ അവിടെ ഈ പ്രയാസം ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ കുഞ്ഞ് ആ സമയത്ത്, ഞാൻ കേക്ക് മുറിച്ചത് ജസ്റ്റ് ഒന്നാണെങ്കിലും അന്ന് രാത്രി ഞാനും ബെറ്റ്സിയോ ഉറങ്ങിയില്ല. കാര്യം എന്താണെന്നറിയോ? ദൈവത്തിന്റെ ഈ കരുതൽ. ഞാൻ അന്നേരം ചിന്തിച്ചു, പിന്നെ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, CMC പഠിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി അവരുടെ ദുഃഖത്തിലും പ്രയാസത്തിലും അതെല്ലാം ചെയ്തപ്പം കർത്താവ് നമ്മുടെ അവസ്ഥ മറക്കുമോ? ഇല്ലേ? അതെ, അവർക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ദൈവം. ആ സാക്ഷ്യം ഒരാഴ്ച പോലും ഞാൻ ആരോടും ഈ സാക്ഷ്യം പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും പറയാനും ആഗ്രഹിച്ചതല്ല. പക്ഷേ കരുതലിന്റെ വിഷയമായതുകൊണ്ടും ഒരു വിശ്വാസത്തിന്റെ വിഷയമായത് ചിലർക്ക് അനുഗ്രഹത്തിന് കാരണമാകട്ടെ, അല്ലാതെ ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ദൈവം നമ്മുടെ വിശ്വാസത്തെ ചെക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി അൺകണ്ടീഷണലി എന്ത് ചെയ്താലും അതിൻ്റെ റിസൾട്ട് ദൈവം തന്നിരിക്കും. അത് നമ്മൾ എക്സ്പെക്റ്റേഷനല്ല ചെയ്യുന്നത്, ഒരിക്കലും നമുക്ക് പ്രതീക്ഷയോട് ചെയ്യരുത്. ദൈവം ചെയ്യും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ് ദൈവത്തിൻ്റെ ആണെങ്കിൽ അവൾക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി ദൈവം ചെയ്യും. അങ്ങനെ എൻ്റെ മൂത്ത മോൾക്ക് വേണ്ടി ദൈവം അത് ചെയ്തു. അതുപോലെ രണ്ടാമത്തെ മോടെ കാര്യമായാലും അവളെയും ദൈവം, ഞാനിപ്പോൾ മൂത്ത മോടെ ആരും മാത്രം പറയുന്നത്, രണ്ടാമത്തെ മോടെ കാര്യം എടുത്താലും ദൈവം അവളെ ശക്തമായിട്ട് അവളെ എടുത്ത് ഉപയോഗിക്കുന്നു. കുഞ്ഞാണെങ്കിലും അവൾ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ വലിയവർ പോലും മാറി പോകും. ദൈവം അനുഭവിച്ച അവള് ഒരു പാട്ട്, ഒരു ഹിന്ദി പാട്ട് കമ്മിങ് ഡേയ്സിൽ അവിടെ റിലീസാകുമ്പോൾ, എൻ്റെ ഇളയ മോളുടെ ഡോറയുടെ അവിടെ റിലീസാകാൻ പോവുക. ദൈവം ശക്തമായിട്ട് അവളെ എടുത്ത് ഉപയോഗിക്കുന്നു. അവളും ദൈവഹിതപ്രകാരം എന്താണെന്നൊന്നും അറിയത്തില്ല, അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ അവിടെ രണ്ടുപേരെ സമർപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ഞാൻ ഇന്ന് നമ്മൾ ഇത്ര നേരം ടോക്ക് ചെയ്തത്, ഞാൻ ഉറപ്പായിട്ട് പറയാം, നമ്മൾ വിശ്വാസത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ഒന്ന് നിന്ന്, ദൈവം നമുക്ക് വേണ്ടി ഒപ്പം നമ്മുടെ കൂടെ നിന്ന്, ഞാൻ ഒരു സ്റ്റെപ്പോട് മുമ്പ് ദൈവം നമ്മുടെ മുൻപിൽ നിന്ന് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് നന്നായിട്ട് അത് വിശ്വസിക്കുന്നു. കാരണം പാസ്റ്ററുടെ ഈ അനുഭവം പറയുമ്പോൾ എനിക്കറിയാം, നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു 1 hour 1.5 hour അല്ലെങ്കിൽ 2 hours നമ്മൾ ഈ സംസാരം, ഇതിനെക്കാട്ടി ഐ തിങ്ക് സോ ഈ ഹോൾ ഡേ എടുത്താൽ പാസ്റ്ററിന് ഒത്തിരി പറയാനുണ്ട്, ഒത്തിരി. നമ്മളതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഇന്ന് ഇത്രയും സംസാരിച്ചത്. ബട്ട് ഐ ബിലീവ് വൺ തിങ്, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, പാസ്റ്ററുടെ ആ അനുഭവങ്ങൾ മറ്റ് ഞങ്ങളുടെ എന്നെ കാണുന്ന അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ കാണുന്ന വ്യൂവേഴ്സിന് അല്ലെങ്കിൽ പല ഈ ആൾക്കാർക്ക് ഇതൊരു ബ്ലെസ്സിങ് ആയി മാറും. അമേൻ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അമേൻ ഹല്ലേലൂയ, ഇത് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തിന് ഒരു നെക്സ്റ്റ് ഒരു മൂവായി മാറും. അത് അവസാനമായിട്ട് ആ ദർശനം നമുക്കൊരിക്കലും നഷ്ടപ്പെടത്തില്ല. അത് ദൈവം തന്നതാണെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതിനുമാണ്. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഫസ്റ്റ് ആഡ് ചെയ്തോട്ടെ. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ കോൺവെർസേഷനകത്ത് മിസ് ചെയ്ത ഒരു ഭാഗം മാത്രമേ, പപ്പയോടുള്ള ഒരു ദേഷ്യം, പപ്പയോടുള്ള അതൊന്ന് കംപ്ലീറ്റ് ആക്കി മിക്കവാറും ആൾക്കാർ ചോദിക്കും, അത് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അത് പപ്പ അന്ന് എനിക്ക് ആ 3000 രൂപ മേടിച്ചിട്ട് പുള്ളി 2900 ചെലവാക്കി 100 രൂപ തന്നത് എനിക്ക് ഭയങ്കര വിഷമമായി. വർഷങ്ങൾക്ക് ശേഷം ദൈവം ആ സ്ഥലത്ത് ലുധിയാനയിൽ സ്ഥലം മേടിക്കുവാനും ചർച്ച് ബിൽഡിംഗ് പണിയുവാനും ഒരു ഇന്ന് ദൈവം കൃപയാൽ 800 പേര് കൂടുന്ന ഒരു 3 സർവീസാണ് നമുക്കുള്ളത്. അന്ന് ചെറിയ ഒരു വ്യക്തി പോലും ഇല്ലാതിരുന്ന സമയത്ത് ഇന്ന് ആ ദേശത്ത് ചെറുപ്രായത്തിൽ തന്നെ ഞാൻ സർവീസിനകത്ത് ഐ ബിലീവ് പ്യോർ പഞ്ചാബി ആൾക്കാരില്ലേ കൂടുതൽ കോളേജിലെ സ്റ്റുഡൻസുകൾ വേറെ ഉണ്ടെങ്കിലും കൂടുതൽ പേരും 90% നമ്മുടെ ലോക്കൽ. ഞാനിങ്ങനെ ഇന്ന് പാസ്റ്ററോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, മിക്ക നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ മലയാളി കമ്മ്യൂണിറ്റി മാത്രം ഫോക്കസ് ചെയ്യുന്നത്, പക്ഷെ പാസ്റ്റർ ചർച്ചിലെ ലോക്കൽ ആൾക്കാർ തുടക്കം മുതൽ എൻ്റെ ആഗ്രഹം ഒരു പഞ്ചാബി നമ്മുടെ ലോക്കൽ ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹവും ഇനിയുള്ള ആഗ്രഹം. അത് പിന്നെ പല ഭാഷക്കാർ വരുന്നുണ്ട്, നേപ്പാളിയുണ്ട്, പിന്നെ നാഗാലാൻഡിലെ ഉണ്ട്, കർണാടകയിലെ ഉണ്ട്, പിന്നെ തമിഴ്നാട്ടിലെ ഉണ്ട്, അങ്ങനെ പല UP ബീഹാർ എല്ലായിടത്തും നിന്നുള്ളവരുണ്ട്. പക്ഷേ
ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഞാൻ ഫോക്കസ് മാത്രമല്ല. ചെയ്തുകൊണ്ട് ഞാൻ ഞാൻ ഹിന്ദി ആരാധനയാണ്, അതെ, രണ്ട് അതെ, ആരാധന. അതെ. കാര്യം ലുധിയാന ഒരു മോസ്റ്റ്ലി ഹിന്ദി സ്പീക്കിംഗ് പീപ്പിൾ, Speaking ബിസിനസ് people. ഹബ് ആയതുകൊണ്ട് Yeah, yeah, ഹിന്ദി സ്പീക്കിംഗ്. yeah, പഞ്ചാബി സംസാരിക്കുമെങ്കിലും yeah. കൂടുതൽ പേര് ഹിന്ദിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഇൻ ടൈമിലൊക്കെ ഒന്ന് പപ്പ ഈ മിനിസ്ട്രി എല്ലാം കണ്ട് ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞു തരുന്നത്. ദൈവകൃപയാല് വളരെ എനിക്ക് ഒരു സ്കൂളുണ്ട്, നമ്മൾ സ്കൂൾ തുടങ്ങി, ഒരു പ്ലേ സ്കൂൾ തുടങ്ങി. അതിലൂടെ ഒത്തിരി സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് നമുക്ക് കിട്ടി. എൻ്റെ വൈഫാണ് ആ സ്കൂൾ നോക്കുന്നത്. അതിലൂടെ അനേക പിള്ളേരെ, അത് ജാതി മത ഭേദമന്യേ എല്ലാവരെയും, ആര് വന്നാലും നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ ഫണ്ടമെന്റൽ ഡോക്ടറിൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ബിലീഫിനെ അവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ കുഞ്ഞുങ്ങൾ, ആദ്യത്തെ ഫൗണ്ടേഷൻ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ അവിടെ നിന്ന്. അതുകൊണ്ട് ആ ദേശത്ത് അറിയപ്പെടുന്ന ഒരു സ്കൂൾ തുടങ്ങാൻ ദൈവം സഹായിച്ചു, പ്ലേ സ്കൂൾ തുടങ്ങാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഈ സ്കൂളും ചർച്ചും എല്ലാം വളർന്നു നിൽക്കുമ്പം ഞാൻ ഒരിക്കൽ എൻ്റെ പിതാവിൻ്റെ ചർച്ചിൽ പോയി, പപ്പയും മമ്മിയും ഒന്ന് കാണാനായിട്ട് ചെന്ന്. പക്ഷേ എന്നിൻ്റെ പപ്പയും മമ്മിയും ദൈവസന്നിധിയിൽ പോയി. ഞാൻ ഒത്തിരി ഒരു എന്തു പറയുന്നത്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആരാണ് ഈ ലോകത്തൊരു ഹീറോ എന്ന് ചോദിച്ചാൽ സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇന്നും പറയാം എൻ്റെ പിതാവ്, എൻ്റെ ഡാഡി. കാര്യം ആ മനുഷ്യൻ്റെ സുവിശേഷ വേല 25 വർഷം IPCയിലെ ചർച്ചിൻ്റെ വിശ്വാസിയായിട്ട് പാസ്റ്ററായിട്ട് ഇരുന്നപ്പോഴും ഒരു പ്രാവശ്യം പോലും കുമ്പനാട് കൺവെൻഷന് പോയിട്ടില്ല. ഞാൻ പപ്പയോട് ചോദിച്ചു, പപ്പ എന്താ ഈ കുമ്പനാട് കൺവെൻഷന് പോകാത്തത്? മോനെ, എനിക്കതിന് സമയമില്ല, എനിക്ക് ആത്മാക്കളെ നേടണം, ഫുൾ ടൈം അങ്ങനെ ചെയ്ത. അതുകൊണ്ട് ഞാൻ ഇന്നും ഒരു റോൾ മോഡലായിട്ട് കാണുന്നത് എൻ്റെ പിതാവാണ്. അപ്പം ഇങ്ങനെ ഞാൻ ചെന്നപ്പം എൻ്റെ പിതാവിനോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പണ്ട് എന്നെ 2005 ലുധിയാനയെ കൊണ്ട് വിട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 3000 രൂപ മേടിച്ച് 2900 രൂപ ചിലവാക്കി 100 രൂപ തന്നിട്ട് പോയത് എന്തിനങ്ങനെ ചെയ്തു? ഞാനൊന്ന് പറഞ്ഞു. ഇത്രയും വർഷം കഴിഞ്ഞ് എല്ലാം സെറ്റായി, എല്ലാം ദൈവം അനുഗ്രഹിച്ചു, ഇന്ന് എല്ലാം ആയി കഴിഞ്ഞിട്ട് ഞാൻ പോയി. എൻ്റെ മനസ്സിൽ കിടന്ന ആ വിഷമം എൻ്റെ പിതാവിനോട് പോയി പറഞ്ഞു. നീ ഏത് കാര്യം പറയുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്നത്തെ കാര്യമാണെന്ന് പറഞ്ഞു. ഓ അതോ മോനെ, അന്ന് ഞാനത് നിന്നോട് ചെയ്തില്ലായിരുന്നെങ്കിൽ നിനക്ക് വിശ്വാസം എന്തെന്നുള്ളത് നിനക്കൊരിക്കലും പഠിക്കാൻ പറ്റില്ല. നീ എന്നെ ഡിപ്പെൻഡ് ചെയ്തേനെ. ഞാൻ നിന്നെ സഹായിച്ചിരുന്നെങ്കിൽ, ഞാൻ നിന്നെ അന്ന് സഹായിച്ചിരുന്നെങ്കിൽ നീ എല്ലാ മാസവും നിന്റെ പോക്കറ്റ് കാലിയാകുമ്പോൾ, നിന്റെ പൈസ ഇല്ലാതെ വരുമ്പം നീ എന്നെ സഹായം തേടും. എനിക്ക് തരാൻ വയ്യാഞ്ഞിട്ടല്ല, ഞാൻ തരാം. പക്ഷെ നീ ദൈവത്തിന്റെ വിശ്വാസം, ഞാൻ കണ്ട വിശ്വാസം നിനക്ക് വേണം. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ എൻ്റെ പപ്പയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഐ ലവ് യു അപ്പ. നിങ്ങൾ എന്നെ വിശ്വാസം പഠിപ്പിച്ചു. ആ വിശ്വാസത്തിലൂടെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നെങ്കിലും അതും ആ ദൈവത്തിൻ്റെ വിശ്വാസം കൊണ്ട്. ഇന്ന് ദൈവം എത്രത്തോളം മാനിച്ചു, അത് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന അതാണ് ഒന്ന്. പിന്നെ 2, കണ്ടിന്യൂ പ്രാർത്ഥിക്കുക. എൻ്റെ മിഷൻ തീർന്നിട്ടില്ല. ദൈവം ജീവിതത്തിൽ എന്ന് വരെ ആയുസുണ്ടോ, ഞങ്ങൾ 2 പേരും എടുത്തിരിക്കും തീരുമാനം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിൽ എൻ്റെ വൈഫാണ് ചർച്ച് മൊത്തവും നോക്കുന്ന, അസോസിയേറ്റ് പാസ്റ്റർ ഉണ്ടെങ്കിലും she's so committed to take care of the church. And I really thank for my family, thank for my scattered CRC family in different places. Unki impact, unki love, unki prarthana, I cannot forget. And the leaders in my church, and the family over CRC families, the വിശ്വാസികൾ, അവരെല്ലാം എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. ഞാൻ പക്ഷേ ലാസ്റ്റ് ഒരു കാര്യം, നമ്മൾ ഇത്രയും സംസാരിച്ചു. ഇപ്പം നാളെ നമ്മളുടെ വിശ്വാസം മീൻസ് ചർച്ചിൽ ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ഒരാൾ ലുധിയാനയിലോട്ട് വരുന്നു, പാസ്റ്റർ അഡ്രസ് ഒന്ന് പറഞ്ഞാൽ, സോ ഇഫ് ത്രൂ ദാറ്റ് ഇഫ് they can come to your church and they can also experience the love of God and that peace in their life. Can you just tell where it is? we are in പഞ്ചാബിലെ ലുധിയാന എന്ന് പറയുന്ന ഒരു പോപ്പുലേറ്റഡ് സിറ്റി, വെയർ CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. സിറ്റി റിവൈവൽ ചർച്ച് എന്നാണ് ഞങ്ങളുടെ ചർച്ചിൻ്റെ പേര്. അത് CMCയോട് അടുത്തായിട്ട്, ഞങ്ങൾ എഴുതുമ്പോഴും നിയർ CMC എന്നാണ് എഴുതുന്നത്. CMCയുടെ അടുത്തായിട്ട്. എൻ്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ പാസ്റ്റർ അതിനകത്ത് ഇടാം, നോ പ്രോബ്ലം.
പഞ്ചാബ് ലുധിയാനയിലാണ് എൻ്റെ ചർച്ച്. Praise God. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റിൽ പാസ്റ്ററുടെ വിശ്വാസത്തെ പറ്റി പറയാനും മിനിസ്ട്രിയെ പറ്റി പറയാനും മിഷൻസിനെ പറ്റി പറയാനും ഇറ്റ് വാസ് എ റിയലി എൻകറേജിങ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മളുടെ ഓരോ ഭാഗത്തിലും ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിക്കുന്നത് പറഞ്ഞാൽ വിശ്വാസം കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ കിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു പാട്ടിങ്ങനെ അന്നേ മരിച്ചു പോയെങ്കിൽ ജീവിതമേ. അപ്പൊ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് ഈ കർത്താവിനെ മാത്രം സേവിക്കുന്നത് എത്ര ഒരു ഭാഗ്യമേറിയുള്ള ഒരു അവസ്ഥയാണ്. അത് ദൈവം മാനിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്, അതൊന്നും ഇപ്പം പറയാൻ സമയമില്ല. പക്ഷെ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്കൊരു വീഴ്ചയില്ല. അന്നും ഇന്നും ചില കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും കൊടുക്കാതെ ഇന്നും ഞാൻ അതിനെല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. വിശുദ്ധിക്കും വേർപാടിനും വചനപ്രകാരം ജീവിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ ചർച്ചിൻ്റെ ഫിലോസഫി ഉണ്ട്. ബീയിങ് ആൻഡ് ഫിലോസഫി, പ്രെയർ, വർഷിപ്പ്, വേർഡ് ആൻഡ് ഫെലോഷിപ്പ്. And slogan, there is a slogan we made in being and doing the best for Christ. Being and doing the best for Christ. നമ്മളാൽ കഴിയുന്ന ഉത്തം എന്ത് ചെയ്താലും നല്ലത് ചെയ്യുക, അല്ലാതെ പേരിന് വേണ്ടി ചെയ്യാതെ ബെസ്റ്റ് ചെയ്യാൻ. പൗലോസ് തിമോത്തിയുടെ പുസ്തകത്തിൽ ഒത്തിരി പ്രാവശ്യം പൗലോസിന് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ മനസ്സിലാകും. പൗലോസ് തിമോത്തിയോട് പറയുന്നത് ദ ബെസ്റ്റ് ആയിരിക്കണം, ദ ബെസ്റ്റ് ആയിരിക്കണം. അന്നേരം ആ വേർഡ് എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തു. പിന്നെ എൻ്റെ ചർച്ച് ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ദൈവം അനുവദിച്ച നെക്സ്റ്റ് ടൈമിൽ അതൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ സിബിൻ ഫോർ ദിസ് വണ്ടർഫുൾ time you are given to me. Really thank you so much. Thank you friends for being with us for this podcast. I believe it was a great blessing for you. ഞങ്ങൾ ഇങ്ങനത്തെ പോഡ്കാസ്റ്റ് ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് വീണ്ടും നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്ലീസ് ഇത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ സെൻഡ് ചെയ്യുക. അവർക്കും ഈ ഒരു വിശ്വാസം അറിയട്ടെ. ഈ വിശ്വാസത്തിൽ അമേൻ ദൈവം അവരെ ബലപ്പെടുത്തട്ടെ. അമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.